നവയുഗത്തിലെ സങ്കീർണമായ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അനേകം വൈദികരിത ക്രിസ്തുവിന്റെ സുവിശേഷ ദീപവുമേന്തി ലോകമെങ്ങും പോകുന്നു. ദൈവരാജ്യവേലയിൽ അവരിത തളരാതെ മുന്നേറുന്നു. ഇത് ആഫ്രിക്കയിലെ ദരിദ്ര രാഷ്ട്രമായ മലാവി എന്ന ദേശത്ത് ക്രിസ്തു സ്നേഹത്തിന്റെ ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്ന് സേവനം ചെയ്യുന്ന ഫാദർ ഷെറിൻ കപ്പുച്ചിൻ. തികച്ചും വെല്ലുവിളികൾ നേരിടുന്ന തന്റെ ആഫ്രിക്കൻ മിഷൻ വയലിനെക്കുറിച്ചും തന്റെ ദൈവവിളിയെക്കുറിച്ചും ഷെറിനച്ചൻ നമ്മോട് പങ്കുവെക്കുന്നു. ഷെറിനച്ച, ജോഷുവ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ശാലോം ടി വിയുടെ ജോഷുവ പ്രോഗ്രാമിൽ അച്ഛൻ്റെ വിശേഷങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം. അത് വ്യക്തിപരമായ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അച്ഛൻ്റെ വീട്ടുപേര് ഷെറിൻ ചേരാന്തുരുത്തി. അച്ഛൻ്റെ നാട് എടവക? എൻ്റെ ഇടവക കൊറ്റമമാണ്, സെൻറ്റ് ജോസഫ് ചർച്ച് കൊറ്റമം, എറണാകുളം അതിരൂപതയിൽ കാലടിക്കടുത്ത് മലയാറ്റൂരിനടുത്ത് മലയാറ്റൂരിലേക്ക് പോകുന്ന വഴിയിലുള്ള. അച്ഛൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, അനിയൻ, അനീത്തി. ഞാനാണ് മൂത്ത ആള് കുടുംബത്തിൽ. ഓക്കെ, ഏറ്റവും മൂത്ത മോനാണ്. പിന്നെ ഒരു അനിയൻ, അനീത്തി. അച്ഛന് ഇപ്പോൾ ആഫ്രിക്കയിലാണ് അല്ലേ? ആഫ്രിക്കയിൽ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട്. അപ്പോൾ അച്ഛൻ വൈദികനായിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 4.5 വർഷമായി. എങ്ങനെയാണ് ഈ ഒരു ദൈവവിളി വഴിയിലേക്ക് നടന്നു വന്നത്, അല്ലെങ്കിൽ വൈദികനാകാനുള്ള തീരുമാനം ഉണ്ടായത് ജീവിതത്തിൽ? എങ്ങനെ? ചെറുപ്പം മുതലേ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ എവിടെയോ കിടന്നിരുന്നു. പിന്നെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കപ്പുച്ചിൻ സഭയിലേക്ക് ഒരു ആകർഷണം തോന്നി. അങ്ങനെയാണ് ഞാൻ കപ്പുച്ചിൻ സഭയിൽ ചേർന്നതും. അവിടെ മൈനർ സെമിനാരിയിൽ, ഇവിടെ എലിഞ്ഞപ്ര, ചാലക്കുടിക്കടുത്ത് എലിഞ്ഞപ്രയിലെ ഞങ്ങളുടെ മൈനർ സെമിനാരിയിൽ പഠനം തുടങ്ങി. അങ്ങനെ മൈനർ സെമിനാരി പഠനം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉടുപ്പൊക്കെ കിട്ടി, ഫിലോസഫിയൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ ഫിലോസഫി കഴിഞ്ഞതിന് ശേഷമാണ് ആഫ്രിക്കയിൽ പോകണമെന്ന് ഒരാഗ്രഹം തീവ്രമായി ഉള്ളിലുണ്ടാവുകയും അങ്ങോട്ട് ചോദിച്ച് ഓപ്ഷൻ എടുത്ത് പോവുകയായിരുന്നു. അങ്ങനെ അവിടെ ഏകദേശം ഒരു 9.5 വർഷം ആഫ്രിക്കയിൽ സാധാരണ ഒരു രാജ്യത്ത് അവിടെ സേവനം ചെയ്തു വരികയായിരുന്നു. എൻ്റെ തിയോളജിയും റീജൻസി പഠനമൊക്കെ ആഫ്രിക്കയിൽ തന്നെയായിരുന്നു. ഈ വൈദിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ദൈവവിളിയിലേക്ക് സ്വാധീനിച്ചു എന്ന് തോന്നുന്ന ചില വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെ പറയാനുണ്ടോ? തീർച്ചയായിട്ടും. വീട്ടിൽ, കുടുംബത്തിൽ ദൈവവിളി ഉള്ള ഒരു കുടുംബമാണ്. എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ ഒരാൾ അച്ഛനാണ്. അച്ഛനിപ്പോൾ വടവാതൂർ സെമിനാരിൽ പഠിപ്പിക്കുന്നു. പിന്നെ അപ്പച്ചൻ്റെ അനീത്തി ഒരാൾ സിസ്റ്ററാണ്. സിസ്റ്റർ ഇപ്പോൾ FCC കോൺഗ്രിഗേഷനിലൊരു സിസ്റ്ററാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ജീവിതം സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അത് നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെയാണ് പോയത് അല്ലേ? അതെ. ഫിലോസഫി കേരളത്തിൽ പഠിച്ചു, തിയോളജി മലാവി എന്ന് പറയുന്ന ഒരു രാജ്യത്തായിരുന്നു തിയോളജി പഠിച്ചതും. റീജൻസി അവിടെ തന്നെയാണ് ചെയ്തത്. ഈ ഒരു സെമിനാരി പരിശീലന കാലഘട്ടത്തെക്കുറിച്ച് ചില ഓർമ്മകൾ എന്തെങ്കിലും പറയാനുണ്ട്? പ്രത്യേകിച്ച് കേരളത്തിൽ തുടങ്ങിയ സമയം. ഞങ്ങളുടെ മൈനർ സെമിനാരിൽ ഞാനും കപ്പുച്ചിൻ സഭയിലെ സെൻറ്റ് തോമസ് പ്രൊവിൻസിലെ അംഗമാണ്. അപ്പോൾ ഞങ്ങളുടെ മൈനർ സെമിനാരി തുടങ്ങിയ ആദ്യത്തെ ബാച്ച് ഞങ്ങളുടെ ആയിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഇവിടെ എലിഞ്ഞപ്ര എന്ന് പറയുന്ന ഭദ്രകമാശ്രമം, അവിടെയാണ് ഞങ്ങളുടെ മൈനർ സെമിനാരി തുടങ്ങിയത്. വളരെ തുടക്കത്തിലൊരു ബാച്ചായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങൾ ഏകദേശം 32ഓളം പേരുണ്ടായിരുന്നു. അച്ഛനായിപ്പോൾ ഏകദേശം 8 പേരോളം അച്ഛനായി ഞങ്ങളുടെ ബാച്ചിൽ. പിന്നെ ഞങ്ങളുടെ സെമിനാരി ഫോർമേഷനായാലും വിവിധ സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ മൈനർ സെമിനാരി 3 വർഷം കഴിഞ്ഞാൽ പിന്നെ 1 വർഷം കട്ടപ്പനയ്ക്ക് അടുത്ത് ഒരു സ്ഥലമാണ്. പിന്നെ 1 വർഷം നോവിഷ്യേറ്റ് മൂവാറ്റുപുഴയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉടുപ്പ് സ്വീകരിക്കുന്നതും പിന്നെ ഫിലോസഫി പഠനത്തിനായിട്ട് തൃശ്ശൂർ വന്നതും. അവിടെയൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾ മൈനർ സെമിനാരിയിലായിരുന്ന സമയത്തും മിഷണറിമാരുമായ വൈദികർ അവിടെ വരികയും അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു. അപ്പോൾ മലാവിയിലും ജോലി ചെയ്തിരുന്ന ഞങ്ങളുടെ അച്ഛന്മാർ, ഞങ്ങൾക്ക് അവിടെ ഒരു മിഷനുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ അച്ഛന്മാർ വരികയും ഞങ്ങൾക്ക് സെമിനാരിയിൽ അവരുടെ മിഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും എന്താണ് പൗരോഹിത്യം, എന്താണ്, എവിടെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെയുള്ളൊരു ബോധ്യം കിട്ടിയത് അങ്ങനെയുള്ള അവരെ ഇൻസ്പിറേഷണലായിട്ടുള്ള അവരുടെ വാക്കുകളിൽ നിന്നൊക്കെയാണ്. എനിക്ക് അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് അങ്ങോട്ട് പോകാനായിട്ട്. ഈ കപ്പുച്ചിൻ സഭ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? കപ്പുച്ചിൻ സഭ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം ലളിതമായൊരു ജീവിതം ഈശോയ്ക്ക് വേണ്ടി നയിക്കുക. പിന്നെ ഫ്രാൻസിസ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഒരു
ശക്തിയുള്ള ഒരു സെയിൻ്റാണ്. ഇപ്പം നമുക്ക് ഫ്രാൻസിസ് പാപ്പയുണ്ട്, പേര് സ്വീകരിച്ചത് ഫ്രാൻസിസ് പാപ്പ. അപ്പോൾ ഇന്ന് ഫ്രാൻസിസ്കൻ ആത്മീയത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിനോടൊരു ആകർഷണം തോന്നി എന്നുള്ളതാണ്. അച്ഛാ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ കാണാനിടയായിട്ടുള്ളതും മനസ്സിലാക്കാനിടയായിട്ടുള്ളതും ആയിട്ടുള്ള ഒരു പ്രത്യേക കാര്യമെന്ന് പറയുന്നത് കപ്പൂച്ചിൻ സഭയ്ക്ക് അതിൻ്റെ വൈദിക പരിശീലനത്തിലൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അതൊരു തനിമ ഉള്ള ഒരു യുണീക്കായിട്ടുള്ളൊരു പരിശീലന രീതിയുണ്ട്. അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് അച്ഛനൊന്ന് പറയാനുണ്ടോ? ഈവൻ പ്രത്യേകിച്ച് ഒരു റീജൻസി കാലഘട്ടത്തൊക്കെ പോകുന്ന ചില പ്രത്യേകതകളും രീതികളൊക്കെ ഉണ്ടല്ലോ, പറയാൻ തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ജീവിതബന്ധിയായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ റീജൻസി പീരീഡിലൊക്കെ സെമിനാരിക്ക് അകത്തല്ല ഫോർമേഷൻ, സെമിനാരിയുടെ പുറത്ത് സാധാരണ ആൾക്കാരുടെ കൂടെ നമ്മൾ ചെറിയൊരു വീട്, ഏറ്റവും പാവപ്പെട്ട ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരു ചെറിയ വീടെടുത്ത് ജനങ്ങളോടൊപ്പം താമസിച്ചുള്ള ഒരു രീതിയാണ് ഞങ്ങളുടെ റീജൻസി ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സഭയിൽ നിന്ന് അങ്ങനെ നമ്മുടെ ചിലവിനുള്ള കാര്യങ്ങളൊന്നും തരില്ല. നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി പൈസ ഉണ്ടാക്കണം. ഭക്ഷണത്തിനായാലും നമുക്ക് സഭയുടെ ഭാഗത്തുനിന്ന് പൈസ ഒന്നുമില്ല. നമ്മൾ സാധാരണ ആൾക്കാരുടെ കൂടെ നമ്മൾ പോയി അവരുടെ ഒപ്പം ജോലി ചെയ്ത് നമ്മൾ ചെറിയൊരു സമ്പാദ്യം നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ രീതികൾ. അപ്പോൾ ഇപ്പോൾ 12 മാസത്തിലും 12 പ്രോഗ്രാമുകളാണ്. ഇപ്പോൾ ഒരു മാസം ചിലപ്പോൾ ആദിവാസികളുടെ കൂടെ, അത് ഏതെങ്കിലും ഒരു ആദിവാസി മേഖലകളിൽ നമ്മൾ പോയി അവരുടെ ഊരുകളിൽ നമ്മൾ താമസിക്കുകയും ഒരു മാസം അങ്ങനെ അവരോടൊപ്പം അവരെന്ത് കഴിക്കുന്നോ അത് നമ്മൾ ഭക്ഷിക്കും, അവരൊപ്പം നമ്മൾ ജോലി ചെയ്യാൻ പോകും. അങ്ങനെ ഉള്ളൊരു പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു മാസം മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ അവരുടെ ഊരുകളിൽ താമസിച്ച് അവരോടൊപ്പം ജോലിക്ക് പോയി അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു മാസം ഇതുപോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനെ ബോധവൽക്കരണ പരിപാടികളായിട്ട് നമ്മൾ കേരളത്തിൻ്റെ ഒരു തലത്ത് മറ്റേ അറ്റം വരെ നമ്മൾ സഞ്ചരിച്ച് ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തും ഒരു മാസം. പിന്നെ ഒരു മാസം ഇതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരുമില്ലാത്ത രോഗികളുടെയൊക്കെ കൂടെ നമ്മൾ അവിടെ അവരോടൊപ്പം നിന്ന് ബൈസ്റ്റാൻഡറായിട്ട് നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യകത നമുക്ക് തോന്നുന്നത്, അതായത് ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് നമ്മൾ ആരുടെ ഒപ്പം ആയിരിക്കണം, ആർക്ക് വേണ്ടി ആയിരിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ, ഇങ്ങനെയുള്ള ഫോർമേഷൻ്റെ ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ചില പണികളൊക്കെ നിങ്ങൾ ബ്രദേഴ്സ് എന്ന് പറയാതെ പോയി കൂലിപ്പണിക്ക് പോകുന്ന നമ്മളിപ്പോൾ ചില ഇടങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അച്ഛന്മാരാണ് അല്ലെങ്കിൽ ബ്രദേഴ്സാണെന്ന് പറയുമ്പോൾ അവരൊരു ബഹുമാനം നമുക്ക് തരുന്നു. നമ്മളൊരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ നമ്മൾ പോകുമ്പോൾ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണോ ഒരു ജോലി എടുക്കുമ്പോൾ അവരോട് എങ്ങനെയാണ് അവരുടെ മുതലാളി അങ്ങനെയുള്ളവരൊക്കെ പെരുമാറുന്നത്, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇപ്പം നമ്മൾ അച്ഛനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു പുതുമില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് പെരുമാറ്റ രീതികളൊക്കെ ആ രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾ സാധാരണക്കാരൻ്റെ വേഷത്തിൽ സാധാരണക്കാരുടെ ഒപ്പം നമ്മൾ പോകുമ്പോൾ അവരെങ്ങനെയാണോ ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ അവർക്ക് കിട്ടുന്നത്, ആ അനുഭവം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ കൂടുതലും മറ്റുള്ള ആൾക്കാരെ, പാവപ്പെട്ട ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടും അതിനകത്ത് നിന്ന്. അച്ഛൻ്റെ ഒരു വൈദികനായ ഒരു സമയമുണ്ടല്ലോ, തീർച്ചയായിട്ടും വീട്ടിലെ മൂത്ത മകൻ, എല്ലാവരുടെ ഒരു പ്രതീക്ഷ, തീർച്ചയായിട്ടും മറ്റ് ദൈവവിളികൾ വീട്ടിലുണ്ടെങ്കിലും ഇത് ഒരു കുടുംബത്തിലെ മൂത്ത ആൾ എന്നൊക്കെ രീതിയിലും ഇടവകയുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഒരു പ്രതീക്ഷയായിരിക്കുന്നത്. ആ വൈദികനായ ആ ഒരു നാളുകളെക്കുറിച്ചുള്ള അച്ഛൻ എന്താ പറയാനുള്ളത്? വൈദികനായിട്ട് എനിക്ക് അധികാരം, ഞാൻ ഒരു 2 മാസത്തെ അവധിക്കാണ് ഞാൻ നാട്ടിൽ വന്നത്. എൻ്റെ പട്ടം 2013 ജൂലൈ 27 ആയിരുന്നു എൻ്റെ തിരുപ്പട്ടം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടനെ തന്നെ ആഫ്രിക്കയിലേക്ക് തിരിച്ചു പോയി. ഏകദേശം 2 മാസം നാട്ടിൽ നിന്നു. അപ്പോൾ ഒരു ഹണിമൂൺ പോലെ ആയിരുന്നു ഞങ്ങൾക്ക്. ഒരു പുതിയ അനുഭവങ്ങൾ, എൻ്റെ പഠനം ഫോർമേഷനൊക്കെ കുറേ പുറത്തായതുകൊണ്ട് ഇവിടെ അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല. അവധിക്ക് വരുന്ന ആ സമയം മാത്രമാണ് നമ്മൾ ഇവിടെ സർവീസ് നടത്തിയിട്ടുള്ളൂ. പിന്നെയൊക്കെ പുറത്തായിരുന്നു. ഒരു 4 വർഷം അച്ഛനായിട്ട് പുറത്ത് തന്നെയായിരുന്നു. എന്നാൽ അച്ഛൻ്റെ എന്താണ് ആ ദിവസത്തെക്കുറിച്ച് പറയാനുള്ളത്? അത് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ സ്വപ്നം കണ്ട ഒരു ദിവസം ജൂലൈ 27 അത് എൻ്റെ ഒരു സ്വപ്നം, ഈശോ എന്നെ വിളിച്ച അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ എൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. അച്ഛനൊരു വൈദികനായിരിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു കപ്പൂച്ചിൻ വൈദികനായിരിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം എന്താ? കപ്പൂച്ചിൻ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലെ സാഹോദര്യം,
ഒരു ബ്രദർഹുഡ്. ഫ്രാൻസിസ് അസീസി തന്നെ ഒരു നിസ്സാര സഹോദരനായിരുന്നു. അതുപോലെ ഒരു നിസ്സാര സഹോദരനായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ലളിത ജീവിതം. ഫ്രാൻസിസ് അസീസിയെ പോലെ ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും ഇതൊക്കെ തന്നെയാണ്. ഒരു ലാളിത്യം, അല്ലെങ്കിൽ ഒരു സാഹോദര്യം. സാഹോദര്യത്തിൻ്റെ മധ്യസ്ഥനായിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. ആ ഒരു സാഹോദര്യം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഒരു അച്ഛനായി, ഒരു കപ്പുച്ചൻ വൈദികനായി ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളത് വളരെ... ഒരു വൈദികനാകുന്നതിന് മുമ്പേ തന്നെ വൈദികരണ പരിശീലന കാലഘട്ടത്തിൽ തന്നെ ഒരു മിഷൻ പ്രദേശത്തേക്ക് പോകാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് അച്ഛൻ. അപ്പോൾ ആഫ്രിക്ക, നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പേരെന്താ? മലാവി എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ഒരു മിഷൻ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ, നമ്മുടെ കേരളം വിട്ട്, ഇന്ത്യ വിട്ട്, ഈ കൾച്ചർ മാറി, സംസ്കാരം മാറി, ആ സ്ഥലത്ത് ചെന്നപ്പോൾ ആഫ്രിക്കയുടെ അവിടുത്തെ ചില കാര്യങ്ങളൊന്ന് പറയാൻ വെച്ചാൽ. മലാവി എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ 53 രാജ്യങ്ങളുണ്ട്. അതിലെ ഒരു ചെറിയ രാജ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ 4 ഇരട്ടി വലുപ്പമേ ആ രാജ്യത്തിനുള്ളൂ. നമ്മൾ അതിൻ്റെ സാമ്പത്തിക ഘടന പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 10 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും 10 രാജ്യങ്ങളിൽ ഒരു ദരിദ്ര രാഷ്ട്രമായിട്ട് നമുക്ക് മലാവിനെ കണക്കുകൂടാം. നമ്മുടെ കേരളത്തിൻ്റെ ഒരു 50 വർഷം പിന്നിൽ അങ്ങനെ നമ്മൾ, പിന്നെ കേരളത്തിൻ്റെ 4 ഇരട്ടി വലുപ്പം. ആ രാജ്യത്ത് കേരളത്തോടൊപ്പം വലിപ്പമുള്ള, കേരളത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു തടാകമുണ്ട്. അതിനകത്താണ് ഇതിൻ്റെ കൃഷിക്ക് വേണ്ട വെള്ളവും മത്സ്യസമ്പത്തൊക്കെ അതിനകത്താണ്. പിന്നെ അതിൻ്റെ ജനസംഖ്യ 1,60,00,000 ആൾക്കാരേ ഉള്ളൂ ആ രാജ്യത്ത്. പക്ഷേ ഏരിയ ഒത്തിരിയുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ 3-4 ഇരട്ടി വലുപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ടും, പിന്നെ പാവപ്പെട്ട ആൾക്കാരാണ്, ഏറ്റവും പാവപ്പെട്ടൊരു രാജ്യം. അപ്പോൾ അവിടേക്കാണ് നമ്മുടെയൊക്കെ ഒരു ആവശ്യകത നമുക്ക് കൂടുതൽ വേണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കൂടുതൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ ഒരു സന്തോഷം തരുന്ന ഒരു നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി സർവീസ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന ഒരു സ്ഥലമായിരുന്നു ആഫ്രിക്കയിലെ മലാവി എന്ന രാജ്യം. ഒരു വൈദികനായി മലാവിയിൽ പോയിട്ട് അച്ഛൻ എന്തായിരുന്നു അവിടെ ചെയ്യുന്നത് ശരിക്കും? ഞാൻ എൻ്റെ തിരുപ്പട്ടം കഴിഞ്ഞ് ഞാൻ മലാവിയിൽ തിരിച്ചു വന്നിട്ട് അവിടെ ഒരു ഇടവകയിൽ നമ്മുടെ ഒരു ഡയസിസിൻ്റെ തന്നെ, ഒരു രൂപതയുടെ തന്നെ ഒരു ഇടവകയിൽ അസിസ്റ്റൻ്റായിട്ട് ഏകദേശം 3 മാസം അവിടെ ജോലി ചെയ്തു. 3 മാസം അവിടെ ജോലി ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങളുടെ പട്ടം കഴിഞ്ഞ ഉടനെ തന്നെ ഏതെങ്കിലും ഇടവകയിൽ ഒരു പാസ്റ്റൽ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ പോകും. അങ്ങനെ ഒരു ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് നമ്മളൊരു 3 മാസത്തേക്ക് പോയി. അതിനുവെച്ചാൽ എൻ്റെ പാസ്റ്റൽ എക്സ്പീരിയൻസിന് ശേഷം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് മലാവിയിൽ തന്നെ, നോർത്ത് മലാവിയുടെ മുസൂസു എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഞങ്ങൾക്കൊരു വലിയ മിഷനുണ്ട്. ഞങ്ങൾ 4 അച്ഛന്മാരുണ്ടായിരുന്നു അവിടെ ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് സെക്കൻഡറി സ്കൂള്, ചെറിയൊരു സെക്കൻഡറി സ്കൂള്, ബോർഡിങ്, പിന്നെ ഒരു ക്ലിനിക്ക്. ഒരു വില്ലേജാണ്, ഒരു പക്ക വില്ലേജാണ്. അപ്പോൾ അതിനകത്ത് അവിടെ ഒരു ക്ലിനിക്ക്, അങ്ങനെയുള്ള സംരംഭങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൻ്റെയും അതോടൊപ്പം തന്നെ ഹോസ്റ്റലിൻ്റെയും ഒക്കെ ചാർജ് ആയിരുന്നു. അവിടുത്തെ ആ നാട്ടിലെ ആളുകളോട്, പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ പറഞ്ഞ കുട്ടികളായിരിക്കുമല്ലോ, കുഞ്ഞുങ്ങളോടൊക്കെ ഉള്ള ജീവിതം, ആ ഒരു മിഷൻ എക്സ്പീരിയൻസ് അച്ഛൻ്റെ വൈദിക ജീവിതത്തെ എന്തുമാത്രം അർത്ഥവത്താക്കുന്നു? ചില ഇൻസിഡൻസ് ഒക്കെ അച്ഛന് പറയാൻ പറ്റുമോ അങ്ങനത്തെ? ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഫിലോസഫി കഴിഞ്ഞ് റീജൻസിക്കും തിയോളജിക്കും വേണ്ടിയിട്ട് അവിടെ പോകുമ്പോൾ അവിടെ ഞങ്ങൾക്ക് എല്ലാം പുതിയതായിരുന്നു, അല്ലേ? പുതിയ ഒരു രാജ്യം, പുതിയ ഭാഷ, പുതിയ കാലാവസ്ഥ, പുതിയ ആളുകൾ, എല്ലാം ഒരു പുതുമയുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ പുതുമകളൊക്കെ, നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു? ഭാഷ ഒരു പ്രശ്നമായിരുന്നു, ഭക്ഷണം ഒരു പ്രശ്നമായിരുന്നു, കാലാവസ്ഥ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ നമ്മുടെ നല്ല പ്ലസൻറ്റ് കാലാവസ്ഥയാണ്, പക്ഷെ എന്നാലും തണുപ്പ് കുറച്ച് കൂടുതൽ, പിന്നെ അതോടൊപ്പം തന്നെ പൊടിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഭക്ഷണം നമ്മുടെ ഇവിടുത്തെ പോലത്തെ അങ്ങനെ സ്പൈസി ഫുഡൊന്നുമല്ല. ചോളമാണ് അവരുടെ കൃഷി, മെയിൻ കാർഷിക വരുമാനം ചോളമാണ്. അപ്പോൾ ചോളത്തിൻ്റെ ഭക്ഷണമാണ് അവിടെ കിട്ടുക നമുക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ, പിന്നെ അതോടൊപ്പം തന്നെ ഭാഷ, നമുക്ക് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഭാഷ വേണം. അപ്പോൾ ലോക്കൽ ഭാഷ പഠിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ട് മാറി. അങ്ങനെ പഠനകാലത്ത് തന്നെ ഞങ്ങൾ ഇതുപോലെ ഞങ്ങളെ അവധിക്കാലങ്ങളിലൊക്കെ ഭാഷ പഠിക്കാനായിട്ട് വില്ലേജുകളിലേക്ക് പോകും. ഒന്നുപോലെ ഒരു മാസം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇടവകയിൽ നമ്മൾ പോയി നിൽക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ടീച്ചേഴ്സ് ആരെങ്കിലും വന്ന് നമുക്ക് ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേരോടൊപ്പം ഭാഷ പഠിക്കാനായിട്ട് കുഞ്ഞു കുട്ടികളോടൊപ്പം ഒക്കെ നമ്മൾ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ഭാഷ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ബേസിക് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ
നമ്മൾ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് പോകുന്നത്, സംസാരിക്കാനും നമ്മുടെ താമസമൊക്കെ അവരോടൊപ്പമായിരിക്കും. വളരെ വില്ലേജിൽ ഇവിടുത്തെ ഒരു സാഹചര്യമൊന്നുമല്ല, കറണ്ട് വെള്ളം അങ്ങനെയൊന്നും ഇല്ലാത്ത വില്ലേജുകളിലേക്ക് നമ്മൾ പോയി അവരോടൊപ്പം താമസിക്കും. അവരോടൊപ്പം താമസിച്ച് അവരെന്ത് തരുന്നോ അത് നമ്മൾ ഭക്ഷിക്കും. അവർക്ക് എന്തുണ്ട് അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ നമ്മളൊരു പ്രാക്ടിക്കൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഭാഷ പഠിക്കാനായിട്ട് അവരുടെ വീടുകളിലേക്ക് പോവുകയും അവിടെ കുറേ കാലം താമസിക്കും നമ്മൾ. അങ്ങനെയാണ് അവരൊക്കെയായിട്ട് പതുക്കെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്ത് പതുക്കെ ഭാഷ അങ്ങനെ പഠിക്കുന്നത്. നമ്മുടെ ഒരു വിശ്വാസ ജീവിതത്തിന് ആ ഒരു പ്രദേശത്തിൻ്റെ അനുസരിച്ച് ഒരു വിശ്വാസത്തിൻ്റെ ഒരു തോത് അല്ലെങ്കിൽ ആഴം, അങ്ങനത്തെ വിശ്വാസ ജീവിതത്തിന് എന്തുമാത്രം അവിടെ സാഹചര്യങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ടോ? മലാവിയിൽ ഒരു ക്രിസ്ത്യാനിറ്റി വന്നിട്ട് ഏകദേശം ഒരു 500 വർഷത്തിൻ്റെ പാരമ്പര്യമേ ഉള്ളൂ. ഇനി കത്തോലിസിസം വന്നിട്ട്, കത്തോലിക്ക സഭ മലാവിയിലേക്ക് വന്നിട്ട് 130 വർഷത്തിൻ്റെ പാരമ്പര്യമുള്ളൂ. 500-130 വർഷമാണ് കാത്തലിക്സ് വന്നിട്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പോരായ്മകൾ ആ രാജ്യത്തുണ്ട്. അപ്പോൾ നമുക്ക് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ശൈശവ ദശയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 2000 വർഷത്തിൻ്റെ പാരമ്പര്യമുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, ഈ ഒരു പാരമ്പര്യം നമുക്കുള്ളതുകൊണ്ട്. പക്ഷേ അവിടെ ഒരു 125 വർഷത്തിൻ്റെ കത്തോലിക്ക പാരമ്പര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മളവരെ കാറ്റഗിസം, വേദോപദേശം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടും സമയമെടുക്കും. അങ്ങനെയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളൊക്കെ ഒരുപാടുണ്ട് അവിടെ രാജ്യത്ത്. അന്ധവിശ്വാസങ്ങളും ആൾക്കാർ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് പുതിയൊരു വിശ്വാസം സ്വീകരിച്ച് അതിനകത്തേക്ക് ഒരു ട്രാൻസിഷൻ പീരീഡാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വേറെ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റു വിശ്വാസങ്ങളൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ധവിശ്വാസത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അവർക്ക് പേടിയാണ്. ഇങ്ങനെ അവർ പാരമ്പര്യമായി ശീലിച്ചു വന്ന ചില കാര്യങ്ങളിൽ നിന്ന് വിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി, ആശങ്കയൊക്കെ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു അവരുടെ അടുത്ത് വിശ്വാസം കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അതൊക്കെ ഒരു ഇതായിട്ട് തോന്നാറുണ്ട്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല. അങ്ങനത്തെയൊക്കെയുള്ളൊരു ചലഞ്ചസ് ഒരുപാടുണ്ട്. പിന്നെ പൊതുവേ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചലഞ്ചസ് ഇങ്ങനെയുള്ള ഈ സാമ്പത്തികമായിട്ട് ചലഞ്ചസും അങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. അല്ലാതെ നാച്ചുറൽ കലാമിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ട്രൈബൽ വാർസ് ഉണ്ട്, പക്ഷേ എന്നാലും കുറവാണ്. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ മലാവി ഒരു പീസ്ഫുൾ കൺട്രിയാണ്. പിന്നെ കള്ളന്മാരുടെ ശല്യം അതൊക്കെ ഒരുപാടുണ്ട്. അത് നമ്മൾ പ്രിപ്പയർഡായിട്ടിരിക്കുക, വരുന്നത് എങ്ങനെയോ അങ്ങനെ സ്വീകരിക്കുക. ഒരുപക്ഷെ കേരളത്തിലെ കാലടിക്കടുത്ത് കൊറ്റമത്ത് ജനിച്ച അച്ഛനെ ദൈവം ഒരു പ്രത്യേകമായ കരുതലോടെയും പദ്ധതിയോടെയും കൂടിയാണ് ആഫ്രിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ കൊണ്ടുപോയിട്ടുള്ളത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ അത് ക്ലിയറാണ്. അത് യേശുവിൻ്റെ ഒരു പ്രേക്ഷിതനായ ഒരു മിഷണറി ആയിട്ടാണ് അച്ഛനെ കൊണ്ടുപോയിട്ടുള്ളത്. അച്ഛൻ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ ആയിരുന്ന കേരളത്തിൻ്റെയും ആഫ്രിക്കയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് അച്ഛൻ? ബൈബിളിലെ ഒരു വാക്യമുണ്ട്, വിളവധികം വേലക്കാരെ ചുരുക്കം. അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ ആഴവും വ്യാപ്തിയൊക്കെ കൂടുതലും മനസ്സിലായത് കുർബാനയും അതുപോലെ മറ്റ് കുദാശകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ആൾക്കാർ ആത്മീയമായിട്ട് ദാഹിച്ചു നിൽക്കുന്ന ഒരു ആളുകൾ. കാരണം പള്ളിയോ സംവിധാനങ്ങളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള പിന്നെ നമ്മുടെ വിശ്വാസികൾ അവർക്ക് ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകൾ ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് കൂടുതലും നമ്മുടെ ഒരു വിളിയുടെ ആഴവും വ്യാപ്തിയൊക്കെ മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ്. ഇപ്പം ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ആയാലും ഞങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ നിന്ന ഒരു ഇടവകയിൽ ഞങ്ങൾക്ക് 26ഓളം ഔട്ട് സ്റ്റേഷൻസ് ഉണ്ട്. ഒരു പള്ളിയുടെ കീഴിൽ തന്നെ 26 പള്ളികൾ. അപ്പം നമ്മൾ 4 അച്ഛന്മാരാണ് ഉള്ളത്. 4 അച്ഛന്മാരും ഓരോ സ്ഥലങ്ങളിലും കറങ്ങി വരുമ്പോഴത്തേക്കും ടേൺ അനുസരിച്ചാണ്. അപ്പോൾ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ ഉള്ളൂ അവർക്ക് കുർബാനയും കുമ്പസാരവും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുള്ളത്. 3 മാസം അച്ഛന്മാർ ചെല്ലുമ്പോഴാണ്. പിന്നെ അത് കൂടാതെ തന്നെ മഴ സമയങ്ങളിലൊക്കെ നമുക്ക് എല്ലാം ഞങ്ങളുടെ വില്ലേജുകളിലാണ്. ഞങ്ങളുടെ പള്ളികളൊക്കെ വില്ലേജുകളാണ്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി സൗകര്യങ്ങളോ പ്രോപ്പർ റോഡ്സോ ഒന്നുമില്ല. മഴ പെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അങ്ങനെ ഒരു സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ആത്മീയമായിട്ടൊരു ദാഹമുണ്ട്, പക്ഷെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു ഇത് വരുന്നുണ്ട് അവിടെ. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരുടെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ അതും ഉണ്ടായിരുന്നു.
അതൊക്കെ ഒത്തിരി അങ്ങനെ പാവപ്പെട്ട രാജ്യമായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ചില മാസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നവംബർ, ഡിസംബർ, ജനുവരി അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പട്ടിണിയുടെ സമയമാണ്. അപ്പോൾ ആൾക്കാർ കൃഷി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിനൊന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു നമുക്ക് ചെയ്യാനുള്ള ഒത്തിരി മേഖലകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് അത്യാവശ്യമായിട്ട് ആൾക്കാർക്ക് ചെയ്യേണ്ടതെന്നും നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാനൊക്കെയുള്ളൊരു പ്രചോദനമായിരുന്നു. നമ്മളവിടെ ചെന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനില്ല, ആൾക്കാർ ചില കുഞ്ഞുങ്ങളൊക്കെ പോഷകാഹാരത്തിൻ്റെ കുറവ് കൊണ്ടൊക്കെ മരിച്ചു പോകുന്നു. പിന്നെ നമ്മുടെ ഇടവകയിൽ തന്നെ അങ്ങനെ സംഭവിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ഒരു പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊരു വൈദികൻ എന്ന നിലയ്ക്ക് ഒരുപക്ഷെ എൻ്റെ പ്രാർത്ഥനയുടെ കുറവ്, ഒരുപക്ഷെ എൻ്റെ വിശുദ്ധിയുടെ കുറവ്, ഒരുപക്ഷെ എൻ്റെ മറ്റ് ആത്മീയ ശുശ്രൂഷകളുടെ കുറവൊക്കെ അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ മനസ്സിലേക്ക് എടുക്കുമ്പോൾ നമ്മളിങ്ങനെയൊന്നും പോരാ, നമുക്ക് ആ ജനത്തിന് എന്താണ് ആവശ്യം അത് കൊടുക്കണം, അങ്ങനെയുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരികയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട്. ഒരുപക്ഷെ അച്ഛനിങ്ങനെ ആളുകൾ ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് മരിച്ചു പോകുന്നു എന്ന് കേൾക്കുന്നത് തന്നെ നമുക്ക് വളരെ സങ്കടമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ആ പ്രദേശത്തിൻ്റെ മറ്റ് മിഷണറി വിശേഷങ്ങൾ, അച്ഛൻ്റെ അനുഭവങ്ങൾ കൂടുതൽ അച്ഛൻ പറയണം അടുത്ത എപ്പിസോഡിൽ നൽകുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നിടത്തൊരു ചോദ്യം, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പിന്തുടർച്ചക്കാരാണല്ലോ കപ്പൂച്ചൻ അച്ഛന്മാർ എല്ലാ അർത്ഥത്തിലും. ഫ്രാൻസിസ് അസീസി ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അച്ഛനെ സ്വാധീനിച്ച ഫ്രാൻസിസ് അസീസിയുടെ ഒരു കാര്യം എന്താ? സാഹോദര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ലളിത ജീവിതം. തീർച്ചയായിട്ടും ഈ സാഹോദര്യം എന്നും കാത്തു സൂക്ഷിക്കാൻ അച്ഛന് പറ്റട്ടെ. ഈ ലളിത ജീവിതം ആണ് എപ്പോഴും ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കപ്പൂച്ചൻ വൈദികർക്ക് മാത്രമല്ല എല്ലാ വൈദികരുടെയും ഒരു മുഖമുദ്രയാവണം ഈ ലളിത ജീവിതം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് അസീസിയുടെ സുവിശേഷാത്മക ജീവിതം അല്ലേ, സുവിശേഷത്തിലേക്ക് ഇപ്പോൾ നമുക്കും ഇന്നും സഭയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അന്നും ഉണ്ടായിരുന്നു, ഫ്രാൻസിസ് അസീസിയുടെ കാലത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ ഒരു ഇതിലേക്ക് സഭ നീങ്ങിയപ്പോൾ സുവിശേഷത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് സഭയെ ഇൻവൈറ്റ് ചെയ്തൊരു വിശുദ്ധനായിരുന്നു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അപ്പോൾ നമുക്കും അപ്പോൾ ആ ഒരു ജീവിതശൈലി നമുക്കൊക്കെ ഒരു പ്രചോദനമാണ്. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാനും സുവിശേഷത്തിലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും ഒക്കെ ഒരു പ്രചോദനമാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. തീർച്ചയായിട്ടും ആ വിശുദ്ധൻ്റെ പാത ജീവിതത്തിലുടനീളം പിന്തുടരാൻ അച്ഛന് സാധിക്കട്ടെ. അച്ഛൻ പറഞ്ഞ ഓരോ പങ്കുവയ്ക്കലുകളും വളരെ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തുന്നൊരു വഴികൾ വളരെ കൃത്യമാണ്. ഒരു പ്രേക്ഷിത വൈദികനായി, അതുകൊണ്ടാണ് ഒരു വൈദിക പരിശീലന കാലഘട്ടത്തിൽ തന്നെ അത്തരം ഒരു മിഷൻ ചൂസ് ചെയ്യാൻ അച്ഛൻ അവസരം കിട്ടിയത്. അതുകൊണ്ട് എവിടെയായിരുന്നാലും ഒരു പ്രേക്ഷിതനായി ജീവിക്കാൻ അച്ഛൻ ഇടയാകട്ടെ. അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കണം. ഷാലോൺ ടിവിയിലെ ജോഷോ എന്ന പ്രോഗ്രാമിലെ അച്ഛൻ്റെ ആദ്യത്തെ എപ്പിസോഡിന് അച്ഛൻ്റെ പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെ